ഷാനവാസ് അനുമോളോട് പറയുന്നത്, നീ അന്ന് പറഞ്ഞ് ക്യാപ്റ്റന് ഒരു വിലയില്ലെന്ന്, ഒരു യോഗ്യതയില്ലെന്ന്. അന്നേരം അനുമോൾ പറയുന്നു, അത് പിന്നെ അവരുടെ കൂടെ ചേർന്നിരുന്നുകൊണ്ട് അവർ പറഞ്ഞത് ഓക്കെ. പിന്നെ ഇക്കയും കൂടെ പോയി, ഇക്ക അടുത്ത് ഞാൻ എന്താണ് ചെയ്തത് എനിക്ക് മനസ്സിലായില്ല. ഇക്കയും കൂടെ പോയിരുന്നുകൊണ്ട് പറഞ്ഞില്ലേ, ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിയാണോ ഒരു തെറ്റ്? ഒരാൾക്ക് വിശന്നപ്പോൾ ആഹാരം കൊടുത്തിയാണോ തെറ്റ് എന്ന് അനുമോൾ ചോദിക്കുന്നത്. അപ്പം ഷാനവാസ് പറയുന്നത്, നീ ആഹാരം കൊടുത്തത് എന്നോട് ചോദിച്ചില്ലെന്ന് മാത്രമല്ല, ഞാനത് ചോദിച്ചപ്പോൾ നീ വന്ന് യോഗ്യതയില്ലെന്ന് പറഞ്ഞു. അനുമോൾ പറഞ്ഞു, ശരി, ഇനി ഇക്കടുത്ത് ഞാൻ വെക്കട്ടെ, ഞാൻ ചെയ്തോട്ടെ, ഇങ്ങനെ അനുവാദം ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ അതില പറയുന്നു, ഈ 3 ക്യാപ്റ്റന്മാരെയും കൂടെ നമുക്ക് അങ്ങ് നോമിനേറ്റ് ചെയ്താലോ, ആരെങ്കിലും ഒരാൾ പോകുമല്ലോ. അങ്ങനെ പറ്റത്തില്ല, അങ്ങനെ അവർ പോത്തില്ലെന്ന് പറയുന്നു. അവർ മാത്രമായിട്ട് വരത്തില്ലല്ലോ, അവർക്കും ചെയ്യാമല്ലോ. അവർക്ക് 3 പേർക്കും നോമിനേറ്റ് ചെയ്യാമല്ലോ. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അവർ നമ്മളെ ചെയ്ത് നമ്മളാണ് പുറത്ത് പോകുന്നെങ്കിലോ എന്ന് പറയുന്നത്. അപ്പോൾ അവരൊരു ഗ്രൂപ്പായതുകൊണ്ടാണല്ലോ ബിഗ് ബോസ് 3 പേരെയും കൂടെ പിടിച്ച് ക്യാപ്റ്റനാക്കിയത്. ഇതുവരെ ഇങ്ങനൊരു ചരിത്രത്തിലുണ്ടായിട്ടില്ല 3 ക്യാപ്റ്റന്മാർ. എന്നിട്ട് ഇതേ കണക്ക് വേസ്റ്റ് ക്യാപ്റ്റന്മാർ വേറെ ഇല്ലെന്ന് നൂറ്. എന്തായാലും ഇവരെന്താണ് ഇങ്ങനെ? അക്ബറിൻ്റെയൊക്കെ ആദ്യത്തെ ക്യാപ്റ്റൻസിയാണ്. ലാലേട്ടൻ്റെ മുമ്പിൽ പറഞ്ഞ എന്തൊക്കെയായിരുന്നു ഇവർ ക്യാപ്റ്റനോ ഒന്നും നടത്തിയില്ലെന്ന് മാത്രമല്ല, വീട്ടിലുള്ളവരെ പട്ടിണിക്കിട്ട്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 3 ക്യാപ്റ്റന്മാരെ പറ്റിയും എല്ലാവർക്കും കംപ്ലൈൻ്റായി. അതാണ് ലൈവിൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.